നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 1 മുതൽ 8 വരെയുള്ള ഭാവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇനിയും 8ാം ഭാവത്തിലെ ചില വിഷയങ്ങൾ, അതായത് ആയുസ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കത് പിന്നീട് കുറച്ച് സമയം എടുക്കുന്നൊരു കേസാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് പിന്നീട് മാറ്റാം. ജ്യോതിഷത്തിലെ ഏറ്റവും ഭാഗ്യപ്രദമായി കണക്കാക്കപ്പെടുന്ന ഭാവമാണ് 9ാം ഭാവം. 9ാം ഭാവം മുതലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം 1 മുതൽ 8 വരെ, ജനനം മുതൽ മരണം വരെയുള്ള 8 ഭാവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഉള്ള ബാക്കിയുള്ള 8 ഭാവങ്ങളെ സ്വാധീനിക്കുന്ന ഭാവങ്ങളെന്ന് പറയുന്നത് 9, 10, 11, 12 എന്നീ ഭാവങ്ങളാണ്. അതിൽ 9ാം ഭാവം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജ്യോതിഷികളെ സംബന്ധിച്ചിടത്തോളം. 9ാം ഭാവം, 9th ഹൗസ് എന്ന് പറയുന്നത് ഭാഗ്യഭാവമാണ്. ഭാഗ്യത്തിനെ ചിന്തിക്കുന്ന ഈ ഭാവം കൊണ്ടാണ്. അതുകൊണ്ട് ഇതിനെ, ആ ഭാവത്തെ ഭാഗ്യസ്ഥാനമെന്നും അതുപോലെ തന്നെ ധർമ്മം, ശരി ഏത് തെറ്റ് ഏത് എന്നും അതിസങ്കീർണവുമാണ് ജീവിതത്തിൻ്റെ സാധ്യതകൾ വളരെ, ശരിക്കും ഒരൊറ്റ വാക്കിൽ ധർമ്മം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ്, ഇപ്പം ഒരു മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മോശമാണ്. പക്ഷേ ഒരു പട്ടാളക്കാരൻ ഒരു തീവ്രവാദിയെ കൊല്ലുന്നതും, ഒരു തീവ്രവാദി തൻ്റെ ഫാമിലിയും എല്ലാം ഉപേക്ഷിച്ച് രാജ്യസംരക്ഷണത്തിനായിട്ട് അതിർത്തി കാത്തു നിൽക്കുന്ന ഒരു പട്ടാളക്കാരനെ ഒരു തീവ്രവാദി വെടിവെച്ച് കൊല്ലുന്നതും തമ്മിൽ അവിടെ ഒരു മരണം നടക്കുന്നുണ്ട്. രണ്ടിടത്തും ഒരുപോലെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു പ്രോസസ്സാണ് നടക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഏതിൻ്റെ കൂടെ നിൽക്കണം, ഏതാണ് ശരി എന്ന് ചിന്തിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 9ാം ഭാവത്തിന് ബലമുള്ളവർക്ക് ധർമ്മം നന്നായിട്ടുണ്ടാവും. ശരിയെ ശരിയായിട്ടും തെറ്റിനെ തെറ്റായിട്ടും കാണാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ 9ാം ഭാവത്തെ ധർമ്മസ്ഥാനം എന്നുമാണ് വിളിക്കുന്നത്. ലൗകികമായിട്ടുള്ള സാധാരണ കാര്യങ്ങൾക്കപ്പുറമായിട്ട് ഒരു വ്യക്തി അയാളുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുന്ന, അവൻ്റെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സോൾ പർപ്പസിനെ, ആത്മാവിൻ്റെ പരിണാമത്തെ കുറിച്ച് ചിന്തിക്കുന്ന, ആത്മീയമായിട്ടുള്ള ഉണർവിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവമാണ് 9ാം ഭാവം. പ്രകൃതിയുടെ, നേച്ചറിൻ്റെ, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ആ വ്യക്തിക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നതും 9ാം ഭാവമാണ്. അതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം 9ാം ഭാവത്തെ കൊണ്ടാണ് അച്ഛനെ ചിന്തിക്കുന്നത്. പരാശര മഹർഷിയുടെ പക്ഷത്തിൽ 10ാം ഭാവമാണ് അച്ഛനെ ചിന്തിക്കുന്നത്. എന്നിരുന്നാൽ പോലും 9ാം ഭാവം ഗുരുവിനെയും ഭാഗ്യത്തെയും പ്രകൃതിയുടെ അനുകൂലാവസ്ഥയെയും എല്ലാം ചിന്തിക്കുന്നു. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒമ്പതാം ഭാവം, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പണ്ട് നമ്മൾ 9ാം ഭാവത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർ അവിടെ പോയി കാണുക, എന്നിട്ട് ഇത് കാണുക. എന്നാലും നമുക്ക് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ജാതകത്തിലെ 1, 5, 9 എന്നീ ഭാവങ്ങളെ ത്രികോണ ഭാവങ്ങൾ എന്നാണ് പറയുന്നത്. ഈ ഭാവങ്ങൾക്ക് ലക്ഷ്മി സ്ഥാനമെന്നും ഭാഗ്യസ്ഥാനമെന്നും പൂർവജന്മ പുണ്യസ്ഥാനങ്ങളെന്നും ഒക്കെ പല വേർഷൻസ്, പല ഋഷിമാർ പല ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ കാരകഗ്രഹം, 9ാം ഭാവത്തിൻ്റെ കാരകഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. ചില ചിന്താധാരകളിൽ 9ാം ഭാവത്തെ വരാഹമിഹിരൻ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാരുടെ പക്ഷപ്രകാരം 9ാം ഭാവത്തെ കൊണ്ട് അച്ഛനെ ചിന്തിക്കുന്നു എന്നുള്ള നിലയിൽ സൂര്യനെയും, പിതൃകാരകനായതുകൊണ്ട് സൂര്യനെയും 9ാം ഭാവവുമായിട്ട് ബന്ധപ്പെടുത്താറുണ്ട്. ഇത് പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ഒന്നാമത്തേത് ഞാൻ എപ്പോഴും അതാണ് പറയാം, ലക്ക് അത്ര എളുപ്പമല്ല. നമ്മൾ എത്ര കഴിവുള്ളവരാണെങ്കിലും, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, എത്ര യുക്തി ഉപയോഗിച്ചാലും, നമ്മളൊരു കാര്യം ചെയ്താൽ
അത് കൃത്യസമയത്ത് കൃത്യ ടൈമിൽ കൃത്യ ആൾക്കാരിലേക്ക് അത് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്തിയാൽ മാത്രം പോരെ, എത്തിയാൽ അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഇപ്പം ഞാൻ എത്ര മനോഹരമായിട്ട് ഈ വീഡിയോ ചെയ്താലും വർക്ക് ചെയ്താലും അത് സ്വീകരിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ ചുറ്റുവട്ടത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതൊരു ഈശ്വരാനുഗ്രഹമാണ്. പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മഹാശക്തിയായിട്ടാണ് ഞാനത് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻജന്മ പുണ്യത്താൽ ഈ ജന്മത്തിൽ അനായാസമായി ലഭിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ആയാസമില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മളറിയില്ല, നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് അത് നടന്നത്. അല്ലെങ്കിൽ ഞാൻ എത്രയും എഫേർട്ട് ഇട്ടോ ചില കാര്യങ്ങൾക്ക് അത് നടന്നില്ല, പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് നടന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഫോർച്യൂൺ ചിന്തിക്കുന്ന ഭാവമാണ് ഭാഗ്യഭാവം, അതായത് 9. രണ്ടാമത്തത് പിതാവിനെ ചിന്തിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിപ്പോയത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്നുള്ളത്. രണ്ടാമത്തത് പിതാവിനെക്കുറിച്ചും പിതാവുമായിട്ടുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. ഉത്തരേന്ത്യയിൽ പരാശര പക്ഷത്തെ ഫോളോ ചെയ്യുന്നവർ പ്രധാനമായിട്ടും പരാശര മഹർഷി 10ാം ഭാവത്തെയാണ് അച്ഛനെ ചിന്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യയിൽ അസ്ട്രോളജേഴ്സിൻ്റെ അവർ ആർട്ടിക്കിൾസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കൂടുതലും അച്ഛനെ ബേസ് ചെയ്താണ് പറയുന്നത്, 10ാം ഭാവത്തെയാണ്. എന്നാൽ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ഇവിടെ തമിഴ്നാട് കേരളത്തിലൊക്കെയുള്ള പാരമ്പര്യമായിട്ടുള്ള ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ 9ാം ഭാവത്തെ ആണ് പിതൃ സ്ഥാനമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ കിട്ടുന്ന ഭാഗ്യങ്ങൾ, ഗവേഷണങ്ങൾ, തത്വചിന്ത, വേദപഠനം, വലിയ അറിവുകൾ, അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ, ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള നോളജ്, ഇതെല്ലാം ഒരാൾ വന്ന് പറഞ്ഞു തരുന്നത്, നമ്മളെ സപ്പോർട്ടിന് ആളുണ്ടാവുന്നത്, ഇതൊക്കെ 9ാം ഭാവമാണ്. അതുപോലെ ആണ് തീർത്ഥാടനം. നമുക്ക് മുന്നേ സഞ്ചരിച്ച ആൾക്കാർ അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം സമാധാനത്തിനായിട്ടും സന്തോഷത്തിനായിട്ടും ഈശ്വരനോട് അടുക്കാനും വേണ്ടി ഉപയോഗിച്ച സ്ഥലങ്ങളിലേക്ക് നൂറ്റാണ്ടുകളായിട്ട് അത് തുടർന്നു പോകുന്ന ചില സ്ഥലങ്ങളെ നമ്മൾ പുണ്യഭൂമി എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറച്ചി വെട്ടുന്ന ഒരു സ്ഥലത്ത് ചെല്ലുന്ന ഒരു ഫീലല്ല നമുക്ക് ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്നൊരു ഫീലല്ല നമ്മളൊരു സിനിമാ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ. അതുപോലുള്ളൊരു ഫീലല്ല നമ്മളൊരു ലെഷർ ട്രിപ്പിനോ മറ്റോ നമ്മളെ വാഗമണിലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പം നിരന്തരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ നൂറ്റാണ്ടുകളായിട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുക, അവിടെ ചെന്നത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെയുള്ളത്, ദൂരദേശ യാത്രകൾ, വിദേശത്തേക്കുള്ള സമാധാനത്തിന് വേണ്ടിയിട്ട് പോകുന്ന, നമ്മൾ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതൊക്കെ വാസ്തവത്തിൽ, അതായത് സ്പിരിച്വൽ എക്സ്പ്ലോറിങ്ങിന് വേണ്ടിയിട്ടുള്ള യാത്രകളൊക്കെ 9th ഹൗസാണ്. അതുപോലെയാണ് ഗുരുനാഥൻ. ഭാഗ്യം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ആത്മീയജ്ഞാനവും നമുക്ക് വഴികാട്ടിത്തരുന്ന, അന്ധകാരത്തെ അകറ്റുന്ന, വെളിച്ചം നൽകുന്ന ഒരു ജീവൻ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ അത് തെളിയിച്ചു തരുന്നത്, കാണിച്ചു തരുന്ന ഒക്കെ. അത് ഉദ്ധവഗീതയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പും സർവ്വതും എന്തോ പറഞ്ഞു തരാൻ നമ്മളോട് വെമ്പുന്ന പോലെയാണ്. നമുക്കത് മനസ്സിലാവുന്നു. ഒരു ഇല വീഴുന്നത് പോലും നമ്മളോട് എന്തോ പറയാൻ വെമ്പുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ജിത്തു കൃഷ്ണമൂർത്തിയെ പോലുള്ളവരൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ, പ്രകൃതിയിൽ നിന്ന് കാണിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഒബ്സർവ് ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് വാസ്തവത്തിൽ 9ാം ഭാവത്തിൻ്റെ ബലം. അതൊരു സുഹൃതമാണ്, ഒരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗുരുക്കന്മാർ, ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരൊക്കെ 9th ഹൗസ് കൊണ്ടാണ് ചിന്തിക്കുന്നത്. നമുക്ക് ഈ 9ാം ഭാവം തുടങ്ങുമ്പം കഴിഞ്ഞ 8ാം ഭാവം എടുത്തുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ചില കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് നമുക്ക് 9ാം ഭാവത്തിലേക്ക് പോകാം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് അസ്ട്രോളജി ക്ലാസ്സുകളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ടാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യവുമാണ്. നമ്മൾ ഓരോ ഭാവവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾക്ക് അത്രയും സന്തോഷവും സുഖവും അനുഭവങ്ങളും ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് വളരെ എവിഡൻ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഞാൻ രാഹുകേതുക്കളെക്കുറിച്ച് ഉള്ള വീഡിയോസ് ചെയ്ത സമയത്താണ് വാസ്തവത്തിൽ രാഹു എന്ന് പറയുന്ന, കേതു എന്ന് പറയുന്ന ആ പകുതിയുള്ളത്, ആ ബ്രേക്ക് എനിക്ക് ആ സമയത്ത് സംഭവിച്ചിരുന്നു. എനിക്കൊരു സർജറി വന്നിട്ട് എനിക്ക് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ
ഏകദേശം ആ വീഡിയോസ് ബ്രേക്കായിട്ട് പിന്നീട് കുറച്ച് കാലത്തിന് ശേഷമാണ് അത് ചെയ്തത്. അതുപോലെ തന്നെയാണ് 8th ഹൗസിൻ്റെ വീഡിയോസ് ചെയ്ത് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പം എൻ്റേതായ ഒരു കാരണങ്ങളും ഇല്ലാതെ തന്നെ ആ 8ാം ഭാവത്തിൻ്റെ തടസ്സം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം വാസ്തവത്തിൽ അതിൻ്റെ ഒരു സറ്റിൽ ഫോഴ്സ് എഫക്റ്റായിട്ട് ശരിക്കും സാധാരണ ഉള്ളതുപോലൊക്കെ തന്നെ, പക്ഷേ തിരക്കുകൾ കാരണവും പല കാരണങ്ങളും, പിന്നെ ശാരീരികമായിട്ടുള്ള ചില പനികളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു, പല പല കാരണങ്ങളും. എന്നാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, വീഡിയോ ഒന്നും ചെയ്യാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ആ ഒരു തടസ്സം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഓരോ ഭാവത്തിൻ്റെ ഇത് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു സ്പിരിച്വൽ എഫക്റ്റും കൂടി നമ്മൾ മനസ്സിലാക്കണം. സാധാരണ രീതിയിലുള്ള ഒരു ജ്യോതിഷ പഠനമോ വെറുതെ ഒരു രസത്തിനുള്ളൊരു സ്റ്റൈലോ അല്ല ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്, ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഒരു വെളിച്ചം പോലെ പറയാൻ ശ്രമിക്കുന്നതും. നമ്മുടെ ഈ വീഡിയോ സീരീസിൽ കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്കിതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നും കുറച്ചും കൂടെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ചിന്ത. കാരണം വ്യക്തി അധിഷ്ഠിതമാണ് ഭാരതീയ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ. വ്യക്തി നിരപേക്ഷമായിട്ടുള്ളൊരു ആധ്യാത്മികത ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും അതിപ്രാധാന്യമുണ്ട്. അത് അവരവരുടെ മെൻ്റൽ സ്റ്റേറ്റിനനുസരിച്ച് അതിൽ നിന്ന് ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആത്മീയപരമായിട്ടുള്ള ഭാവങ്ങൾ വരുന്ന സമയത്ത് വളരെ കൂടുതലായിട്ട് ആ ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. സാധാരണ ആരും അങ്ങനെ ചർച്ച ചെയ്യത്തില്ല, ഞാനങ്ങനെ വീഡിയോസും കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ആഴമേറിയിട്ടുള്ളൊരു ആത്മീയ പ്രാധാന്യം, ഡീപ്പ് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എബൌട്ട് 9th ഹൗസ്, 9th ഹൗസിൻ്റെ 9ാം ഭാവത്തിൻ്റെ നമ്മൾ ധനത്തെയോ ഭാഗ്യമായിട്ടുള്ള യോഗങ്ങളോ കിട്ടുന്നതിനപ്പുറമായിട്ട് നമുക്ക് ഭാഗ്യം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ പ്രധാനമാണ് പൂർവ്വപുണ്യവും പ്രാരാബ്ധകർമ്മവും. 5ാം ഭാവം ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന പുണ്യങ്ങളെ സൂചിപ്പിക്കും എങ്കിൽ 9ാം ഭാവം ഈ ജന്മത്തിലേക്ക് പൂർവ്വജന്മാടിസ്ഥാനത്തിൽ തന്നെയാണ് 5ഉം വരുന്നത്. എന്നിരുന്നാൽ പോലും ഈ ജന്മം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടിയാണ് 5th ഹൗസ് നമ്മളെ സൂചിപ്പിക്കുന്നത്. എന്നാൽ 9ാം ഭാവം പൂർണ്ണമായിട്ടും കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് നമ്മൾ ഈ ജന്മങ്ങളിലേക്ക് കൊണ്ടുവന്ന ആകെ പുണ്യത്തിൻ്റെ, പൂർവ്വപുണ്യത്തിൻ്റെ ആകത്തുകയാണ് 9th ഹൗസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9ാം ഭാവാധിപൻ 6-8-12 പോവുക, വ്യാഴം 6-8-12 പോവുക എന്ന് പറഞ്ഞാൽ തന്നെ കുറേ നമുക്ക് ലക്കധികം പ്രതീക്ഷിക്കരുതെന്നുള്ളതാണ്. കുറച്ചുകൂടെ നമ്മളെ ഹാർഡ് വർക്കിലും നമ്മൾ കൂടുതൽ ഓവറായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്, കർമ്മം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ജീവിതാവസാനം വരെ ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്ന ദൈവാനുകൂല്യം 9ാം ഭാവത്തിൻ്റെ ബലത്തെ ആശ്രയിച്ചിരിക്കും. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഈ 9ാം ഭാവത്തിൻ്റെ ബലം, വ്യാഴത്തിൻ്റെ ബലവും വന്നിട്ട് അത്ര വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ജീവിതത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിപ്പോകുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ദൈവാധീനം കുറയ്ക്കല്ലേ എന്ന്. എന്നാൽ ആ 9ാം ഭാവാധിപൻ 6-8-12 പോവുക, വ്യാഴം 6-8-12 പോകുന്നവരോട് പറയാറുള്ളത്, നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വൽ കാര്യങ്ങളും ദാനധർമ്മങ്ങളും ഈശ്വരീയ സേവകളും മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒക്കെ കൂടുതലായിട്ട് ബോധപൂർവം ചെയ്യണം. കാരണം ലക്ക് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക്, അർഹതയുള്ളവർക്ക് സഹായിക്കുമ്പം അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം, സ്നേഹം, വിശന്നിരിക്കുന്നവനെ വയറ് നിറയ്ക്കുമ്പം അവനുണ്ടാകുന്ന സ്നേഹം, ആ അനുഗ്രഹങ്ങൾ നമ്മൾ ധാരാളം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം കഠിനമായിട്ടുള്ള പ്രതിസന്ധികളിൽ ഒരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അതിൻ്റെ പിന്നിൽ അയാളുടെ 9ാം ഭാവം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും 9ാം ഭാവത്തിൻ്റെ അനുഗ്രഹമാണെന്നും 9ാം ഭാവത്തിന് നല്ല ബലമുണ്ടെന്നും മനസ്സിലാക്കണം കേട്ടോ. സ്റ്റുഡൻസിന് അത് വളരെ മനസ്സിലാക്കേണ്ടതാണ്. 9ാം ഭാവത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അടുത്തത് ധർമ്മവും ഈശ്വരഭക്തിയുമാണ് 9th ഹൗസിൻ്റെ ഒരു സ്പിരിച്വലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട അടുത്തൊരു കാര്യം. 4 പുരുഷാർത്ഥങ്ങളാണ് ജീവിതം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അസ്ഥിരമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സാധിച്ചാലും നമുക്ക് പിന്നെ അടുത്ത ആഗ്രഹങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അസ്ഥിരമായ സന്തോഷമാണ്. അതിനെ കാമം എന്നാണ് വിളിക്കുന്നത്.
വയറ് നിറഞ്ഞിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആഗ്രഹമുള്ള ഫുഡ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും നമുക്ക് പുതിയൊരെണ്ണം വേണ്ട, ഇനിയൊരു മോഹവും ഇല്ല എന്നുള്ള അവസ്ഥയാണ് മോക്ഷം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള കണ്ടൻമെൻ്റാണത്, പരമമായ അവസ്ഥയാണത്. അതിലേക്ക് എത്തണമെങ്കിൽ ഈ രണ്ടും, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളും ആത്മീയപരമായിട്ടുള്ളൊരു കാര്യവും ഒരാളുടെ ആവശ്യമാണത്. അതിലേക്ക് എത്തണമെങ്കിൽ ധർമ്മവും അർത്ഥവും വേണം. അതിൽ ധർമ്മം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം ആലോചിച്ചാൽ മതി. എവിടെ എങ്ങനെ ഏത് ചെയ്യണം എന്നുള്ളതാണ്. അത് നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ല, കോമൺ സെൻസ് ആണത്. ശരിയും തെറ്റിനെയും അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. അതിലൂടെ അർത്ഥം സമ്പാദിക്കുക എന്നുള്ളതാണ്. അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടതെല്ലാമാണ്. അർത്ഥം, മൂല്യമുള്ളത്, വിദ്യാഭ്യാസം, ധനം, വസ്തുവകകൾ, ഇതെല്ലാം സമ്പാദിക്കണം. ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിച്ച് കാമമോക്ഷങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ആണ് ധർമ്മം, നീതിബോധം, സത്യസന്ധത, ഈശ്വരവിശ്വാസം എന്നിവ ഈ ഭാവത്തിൽ നിന്നുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നീതിബോധം എന്നൊക്കെ പറയുമ്പം നമുക്ക് കൃത്യമായിട്ട്, ഇപ്പം എല്ലാത്തിനോടും അങ്ങ് നീതി എന്നുള്ളതല്ല. ആയുധധാരികളായിട്ടുള്ള മനുഷ്യരുടെ മുന്നിൽ അഹിംസയോടുകൂടി നിൽക്കുന്നതല്ല നീതിബോധം. ഒരു യോദ്ധാവ് അഹിംസയോടുകൂടി ഞാനിനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന അർജുനനെ പോലെ അല്ല നിൽക്കേണ്ടത്. ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ അതാത് രീതികൾക്കനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ് വാസ്തവത്തിൽ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം നീതിബോധം, സത്യസന്ധത, ഈശ്വരവിശ്വാസം എന്നിവ ഈ ഭാവത്തിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9-ാം ഭാവം ശക്തമായ ജാതകം അല്ലെങ്കിൽ ജാതകൻ ധർമ്മത്തിൻ്റെ പക്ഷത്തായിരിക്കും എപ്പോഴും മനസ്സുകൊണ്ട് നിൽക്കുന്നത്. അവർക്കൊരു അധർമ്മം ഓഫീസിലോ ചുറ്റുപാടുകളിലോ വീട്ടിലോ അച്ഛനോ അമ്മയോ ആര് പറഞ്ഞാൽ പോലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഉദാഹരണത്തിന് പ്രഹ്ലാദൻ്റെ മുന്നിലേക്ക് ഹിരണ്യകശിപു അധർമ്മം പറഞ്ഞു തുടങ്ങിയപ്പം അത് അങ്ങനെയല്ല എന്ന് ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥ. ഓഫീസിൽ പല കാര്യങ്ങളും ചെയ്യുന്ന എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യുമ്പം ആ ജോലിയോട് ധർമ്മം ഉള്ള സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഉള്ളിലൊരു കുത്തൽ വരുന്ന അവസ്ഥ, ഇതെല്ലാം ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ്. പ്രകൃതി ശക്തികളെയും പ്രപഞ്ച നിയമങ്ങളെയും ആദരിക്കുന്ന മനസ്സിന് ഉടമകളായിരിക്കും 9th ഹൗസിൻ്റെ ബലമുള്ളവർ. പ്രകൃതി ശക്തികളോടും അതുപോലെ തന്നെ പ്രപഞ്ച നിയമങ്ങൾ യൂണിവേഴ്സൽ ലോയാണ്, അതായത് സാധാരണ മനുഷ്യനുണ്ടാക്കിയ ലോ അല്ല, യൂണിവേഴ്സൽ ലോയോട് ഒരു നീതി അവർക്കറിയാം. നമുക്ക് മനസ്സിലാവും ഇത് അങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതൊക്കെ 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇനി അടുത്തത് ഗുരുവും മന്ത്രദീക്ഷയും. തന്ത്രശാസ്ത്രത്തിലും ആഗമങ്ങളിലും ഞാൻ ഫോളോ ചെയ്യുന്ന തന്ത്രശാസ്ത്രമായതുകൊണ്ട് ഞാൻ അതും കൂടി ഈ ഭാഗവുമായിട്ട് ഘടിപ്പിച്ച് പറയും. നമ്മുടെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ദേവപ്രശ്നങ്ങളും എല്ലാം തന്ത്രവുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതുകൂടെ ചേർത്ത് പറയാം. തന്ത്രശാസ്ത്രത്തിലും ആഗമങ്ങളിലും പറയുന്നത് പോലെ തന്നെ ഗുരുവില്ലാതെ മന്ത്രസിദ്ധിയോ മോക്ഷമോ സാധ്യമല്ല എന്നുള്ളതാണ്. ലഗ്നത്തെ ഉണർത്തുന്ന ഒരാത്മീയ ഗുരുവിലേക്ക് ഒരു സാധകൻ എത്തുന്നത് അവൻ്റെ 9-ാം ഭാവത്തിൻ്റെ ബലമാണ്. അത് നേച്ചർ കൊണ്ടുതരുന്നതാണ്. പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഗുരുവിനെ നമ്മൾ അന്വേഷിച്ച് പോവുക ചെയ്യുന്നത്. വസ്തുതയിൽ അങ്ങനെയല്ല ചെയ്യുന്നത്. കാലമാകുമ്പം ശിഷ്യൻ പക്വമാവുമ്പം ഗുരു വരികയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഒരു വിചാരം നമ്മൾ അന്വേഷിച്ച് പോയാൽ കിട്ടുന്നൊരു സാധനം. അങ്ങനെയല്ല. കാലം, ഇപ്പം എനിക്കാണെങ്കിലും 20-21 വയസ്സുള്ള സമയത്താണ് ഞാൻ എൻ്റെ ആചാര്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അപ്പം ആ സമയത്തെന്ന് പറഞ്ഞാൽ ഗുരു പോയിട്ട് ഇതെന്തുവാ സാധനമെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഇന്ന് പിന്നെയും കുറച്ചും കൂടി ആധ്യാത്മികതയെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുന്നൊരു കാലം. അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനപ്പുറമായിട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇനി കൂടുതലായിട്ട് അമ്പലത്തിൽ പോയാൽ ഈ പ്രായത്തിലാണ് അമ്പലത്തിൽ പോകേണ്ടതെന്നൊക്കെ ചിന്തിക്കുന്നൊരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അന്വേഷിച്ച് പോയതല്ല. അപ്പം എനിക്കറിയാവുന്ന ഒരുപാട് പേരെ പിന്നീട് ആധ്യാത്മിക യാത്രയിൽ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ജെന്യുവിനായിട്ടുള്ള സ്പിരിച്വൽ സീക്കേഴ്സ് എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിൻ്റ് എത്തുമ്പം എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഗുരുനാഥൻ്റെ അടുത്തേക്ക്. അതാണ് ഗുരുവും. ഇന്ന് ഒരുപാട്
വ്യാജ ഗുരുക്കന്മാരുണ്ട്. എൻ്റെ കേരളീയ തന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി അതിബൃഹത്തായ ഒരു തന്ത്രഗ്രന്ഥം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ വർഷം തന്നെ ഇറങ്ങും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥം ഇറങ്ങാൻ വൈകുന്നത്. അതിൻ്റെ അവസാന പ്രൂഫ് റീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഗുരുലക്ഷണം എന്ന് പറയുന്നൊരു ഭാഗത്ത് കലിയുഗ വർണ്ണന സഹിതം കള്ളന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെയും ഗുരുസ്വരൂപരായിട്ടിരിക്കുന്ന ഗുരുവേഷധാരികളായിട്ടിരിക്കുന്ന ഗുരുക്കന്മാരെക്കുറിച്ചും പറയുന്നുണ്ട്. സന്യാസ വേഷത്തിലോ അല്ലെങ്കിൽ ഏത് വേഷത്തിലിരുന്നാലും അത് ഗുരു ആവണം എന്നില്ല. ഉദാഹരണം, സീതാദേവിയെ റാഞ്ചിക്കൊണ്ടുപോകാൻ രാവണൻ വന്നത് പോലും സന്യാസ വേഷത്തിലാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. അപ്പം ഉത്തമരായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അത് പ്രകൃതിയുടെ അനുഗ്രഹമാണ്. അപ്പോൾ 9-ാം ഭാവവും വ്യാഴവും ശുഭകരമായി നിന്നാൽ ഒരു സാധകന് ഒരു ഉത്തമ സദ്ഗുരുവിനെ ലഭിക്കുകയും മന്ത്രദീക്ഷയിലൂടെ ആത്മീയ സംസ്കാരം ലഭിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ശരിതെറ്റുകളെ, ഓൾറെഡി അയാളുടെ ആ ഒരു ധർമ്മം ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നോളജ്, ജ്ഞാനം ലഭിക്കുകയും ചെയ്യും എന്നുള്ളത്, ഉപദേശ രൂപേണ ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇത്രയാണ് ഗുരുവും മന്ത്രദീക്ഷയും. ഇതെല്ലാം 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഉപാസനയും തത്വചിന്തയും 9th ഹൗസാണ്. ഹയർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. തൻ്റെ നിത്യോപാസന എങ്ങനെയുള്ളതായിരിക്കണം, ഉപാസ്യദേവത ആരായിരിക്കണം എന്നതിൻ്റെ സൂചനകൾ 9-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിൽ നിന്നും ലഗ്നത്തിൽ നിന്നും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില രീതികളുണ്ട്. അതിനെ കോഷ്ടചിന്ത എന്നാണ് പറയുന്നത്. കോഷ്ടചിന്തയിലൂടെ കണ്ടെത്തും. ആ വ്യക്തിക്ക് ചേരുന്ന രീതിയിലുള്ള ദേവതാ ചൈതന്യങ്ങളെ കണ്ടെത്തി അവരെ തമ്മിൽ ചേർക്കുന്ന ഒരു രണ്ടുപേരെയും കൂടി ഒരുമിച്ച് പരിചയപ്പെടുത്തി രണ്ടുപേരെ ഒരുമിച്ച് നടത്തുന്നതാണ് ഗുരുവിൻ്റെ ധർമ്മം. മനസ്സിലാവുന്നുണ്ട്? ആ ഒരു ഒരുമിച്ച് പഠിപ്പിക്കുക, ആ വിദ്യയും ശിഷ്യനും തമ്മിൽ ഒരുമിച്ച് ആ നല്ല വൃത്തിയായ ആ വിദ്യയെ ശിഷ്യന് പരിചയപ്പെടുത്തി കൊടുത്ത് രണ്ടുപേരെ ഒരുമിച്ച് നയിക്കുന്നതാണ് ഗുരുവിൻ്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ ഉപാസനയും അതിൻ്റെ തത്വചിന്തയും ഒക്കെ 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 1, 5 ഒക്കെ ചിന്തിക്കും. ബലവാനായ ഗ്രഹത്തെ, വ്യാഴത്തെ ഒക്കെ ചിന്തിക്കും കേട്ടോ. അത് കോഷ്ടചിന്ത ഒരു വലിയ വിശദമായിട്ടുള്ള വിഷയമാണ്. നമുക്കത് പിന്നീട് ചർച്ച ചെയ്യുകയും ചെയ്യാം. പല തന്ത്രഗ്രന്ഥങ്ങളിൽ പല രീതിയിലുള്ള കോഷ്ടചിന്തകളുണ്ട്. മാതൃക അക്ഷരങ്ങൾ വഴിയിട്ടുള്ള കോഷ്ടചിന്തകളുണ്ട്. വ്യക്തികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുള്ള, ഗ്രഹസ്ഥിതിക്ക് അനുസരിച്ചുള്ള കോഷ്ടചിന്തകളുണ്ട്. അതല്ലാതെ പല വ്യത്യസ്തമായ ലാറ്റിറ്റ്യൂഡും ഒക്കെ നോക്കി ഇതെല്ലാം കൂടെ നോക്കി അങ്ങനെ 5-6 രീതി, 6 അല്ല 8-9 രീതികളാണ്. 9-10 രീതികൾ എനിക്കറിയാവുന്നത് തന്നെയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു 3-4 ഒക്കെ ആകുമ്പോൾ നമുക്കത് കൃത്യമാവും. 3-4 കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പിന്നെ അതിന് ചേരുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നതും എന്നുള്ളതാണ്. അപ്പോൾ കേവലം ലൗകികമായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി ആണെങ്കിൽ പോലും പിന്നീട് വിഗ്രഹങ്ങളെ വന്ദിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവർ ഭക്തിയിൽ നിന്നും അയാളുടെ ആന്തരിക തലത്തിലേക്ക് ഉയരുന്ന ഒരവസ്ഥ, സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കാൻ കഴിയുന്ന ഉത്തമ ഭഗവത് ഭാവത്തിലേക്ക് ഉയരുന്ന ഇത് അയാളുടെ മനസ്സിൻ്റെ നിലവാരത്തിനെ ഉയർത്തുന്നതൊക്കെ 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജ്ഞാനമാർഗികളായാലും ഏത് മാർഗികളായാലും ശരി, ഭക്തി ഒരു അനിവാര്യ ഘടകമാണ്. ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും നേച്ചറിനോട് ആ ഒരു ഭക്തിയോടുകൂടി ആ ഒരു നിഷ്കളങ്കത, കൊച്ചു കുഞ്ഞുങ്ങളുടെ അതിൻ്റെ അമ്മയോടുള്ള ഇടപെടലല്ലേ, അതുപോലെ തന്നെ പ്രകൃതിയോട്. അതിപ്പം നാമരൂപങ്ങളിലൂടെയുള്ള വിഗ്രഹാരാധനകളോ പൂജകളോ മന്ത്രജപങ്ങളോ തന്ത്രശാസ്ത്രം പറയുന്ന ഉപായങ്ങളോ ശാംഭോപായമോ ശാക്തോപായമോ ആണോപായമോ ഏതുപായമോ ആവട്ടെ, ഇതിലൊന്നും പെടാത്ത സാധനങ്ങളില്ല. ഇതിലേതെങ്കിലും ആയാലും ഇതൊന്നുമല്ല. ട്രാവലിംഗ് ഒക്കെയാണ്, എല്ലാം 9-ാം ഭാവമാണ് ചെയ്യുന്നത്. എനിക്ക് പ്രകൃതിയെയും പ്രകൃതി അറിയുകയൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രകൃതിയുമായി ധ്യാനിച്ചിരിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ ഉള്ളത്. എങ്ങനെയായാലും അതിനടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഭക്തിയാണ്. അത് ത്രൈലങ്ക സ്വാമികൾ പറഞ്ഞൊരു വാചകം ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏത് മാർഗത്തിലൂടെ ആയാലും, ഭക്തിമാർഗമായിക്കോട്ടെ, ജ്ഞാനമാർഗമായിക്കോട്ടെ, ക്രിയാമാർഗമായിക്കോട്ടെ, ധ്യാനമാർഗമായിക്കോട്ടെ, ഏത് മാർഗത്തിലായാലും ഒരു സാധകന് ഭക്തി അത്യാവശ്യമാണ്.
അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തന്നെ വളരും എന്നുള്ളത്, അല്ലെങ്കിൽ ഈഗോ ഡൗൺ ആവാൻ വലിയ പാടായിരിക്കും എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഫിലോസഫിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമുക്കത് ആ ഫിലോസഫി ഉപയോഗിക്കുന്നതിലും സുഖം. സിമ്പിളായിട്ട് ഭക്തിയോടുകൂടി ദേവിയുടെ അടുത്തിരിക്കാനാണ് ഒരു രസം. പിന്നെ അങ്ങ് ദേവി നോക്കിക്കോളും അല്ലെങ്കിൽ ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളൊരു ഉറപ്പിൽ അങ്ങ് പോകാനാണ് സുഖം. അപ്പോൾ ഒരു ഭക്തി വരണം. അപ്പം സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കാൻ കഴിയുക എന്നുള്ളതും വാസ്തവത്തിൽ 9ഉം 5ഉം ഭാവത്തിൻ്റെ സ്വാധീനം ഒരു വ്യക്തിയിൽ വരും. വ്യാഴത്തിൻ്റെയും 9ഉം 5ഉം ബലമായ മാത്രം പോലെ വ്യാഴം നന്നായിട്ട് ബലപ്പെടണം, അത് വരികയും ചെയ്യും. അതുപോലെ തന്നെ 9ആം ഭാവാദിൻ്റെ ചില വിന്യാസ തത്വങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പരാശരാഹോര ശാസ്ത്രത്തിലും ശാണ്ഡില്യ സംഹിത പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളിലും പറയുന്നത് പോലെ 9ആം ഭാവാധിപൻ നിൽക്കുന്ന സ്ഥാനമനുസരിച്ച് ഒരുവൻ്റെ ആത്മീയ കാര്യങ്ങൾ, ഡെയിലി പ്രാക്ടീസുകളെ നമുക്ക് ചിന്തിക്കാം. ഉദാഹരണത്തിന് ലളിതമായിട്ട് പറയാം, ഭാവിയിൽ ഞാനത് വിശദമായിട്ട് പറയുകയും ചെയ്യാം. ഉദാഹരണത്തിന് ഭാഗ്യാധിപൻ ലഗ്നത്തിൽ നിന്നാൽ ജന്മനാ തന്നെ ദൈവഭക്തിയും ഗുരുകർണവന്മാരോട് ബഹുമാനമുള്ളവനായിരിക്കും. അതോടൊപ്പം തന്നെ വ്യാഴവും ബലപ്പെടുകയാണെങ്കിൽ ആത്മീയ തേജസ്സുള്ള ശരീരമുള്ളവനായിരിക്കും. ഇന്നത്തെ കാലത്ത് പറയുന്നത് ഒരു ഓറ, ഒരു തേജസ് ആ വ്യക്തിക്ക് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ ഭാഗ്യേശൻ 5ൽ നിന്നാൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവനും ഉത്തമ സന്താനങ്ങളുണ്ടാവുന്നവരും അതുപോലെ മന്ത്രശാസ്ത്രങ്ങളിലും ധ്യാനത്തിലുമൊക്കെ പ്രാവീണ്യമുള്ളവരും ആയിരിക്കും. അതുപോലെ തന്നെ 9ആം ഭാവാധിപൻ ഭാവത്തിൻ്റെ 2ആം ഭാവമായിട്ടുള്ള 10ആം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ താൻ ചെയ്യുന്ന തൊഴിലിനെ ഒരു ഈശ്വരാരാധനയായി കർമ്മയോഗിയായിട്ട് മാറാനും അല്ലെങ്കിൽ അങ്ങനെ കാണുകയും സമൂഹത്തിന് നന്മ ചെയ്യാനും പുണ്യപ്രവർത്തികളിൽ താൻ സമ്പാദിച്ചുണ്ടാക്കുന്ന ധനത്തിൽ നിന്നും ഒരംശത്തെ പുണ്യപ്രവർത്തിക്കായിട്ട് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഒരു ദോഷഭാവമാണ് 9ആം ഭാവാധിപൻ 12ൽ. പക്ഷെ എന്നാലും ഭൗതിക ജീവിതത്തിലാണത് മോശമുണ്ടാക്കുന്നത്. ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ ഫലം എടുക്കരുത്. ഇത് കുറച്ചുകൂടെ സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇവർ സുഖങ്ങളിൽ വിരക്തി വരും. ഭൗതിക സുഖങ്ങളിൽ വിരക്തി വന്നിട്ട് വിദേശത്തോ ഏകാന്ത സ്ഥലങ്ങളിലോ ഇരുന്ന് ധ്യാനിക്കാനും മോക്ഷം പ്രാപിക്കാനും ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നുള്ളവരാണ്. അപ്പം അത് ഇപ്പം വിദേശത്തേക്കൊക്കെ പോയിട്ടൊരു പ്രായം കഴിയുമ്പം സ്പിരിച്വലായിട്ട് എനിക്കിനിയും ഇത്രയൊക്കെ എൻ്റെ ചെയ്തല്ലോ, എനിക്ക് ഒരു വിരക്തി വരും. ഒരു ജീവിതത്തിലെ ഒരു വൈരാഗ്യം എന്ന് പറയത്തില്ല, ഒരു വിരോധമല്ല, ഒരു ഞാൻ എന്തിനാണ് ജനിച്ചത്, എന്തിനു വേണ്ടിയാണെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു യാത്ര ഇവർക്ക് വരും. ഒറ്റയ്ക്കിരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും. കുറച്ച് സമയമെടുക്കും 9ആം ഭാവാധിപൻ 12ൽ പോയാൽ, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ 9ആം ഭാവാധിപൻ 6ൽ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെയിലി റൊട്ടീനിൽ സ്ഥിരമായിട്ട് സ്പിരിച്വൽ പ്രാക്ടീസുകളും ഈശ്വരീയ കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മാത്രമേ ആ ഭാഗ്യം അവർക്ക് വരത്തുള്ളൂ. അതിൽ നോർമലായിട്ട് വരത്തില്ല. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഒരു കഷ്ടപ്പാടിനനുസരിച്ച് ആ ഒരു ഫലം വരത്തുള്ളൂ. എന്നാലും പ്രകൃതിയുടെ ഒരു സപ്പോർട്ട് അവർക്കുണ്ടാകും, പക്ഷെ ചുമ്മാതെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ 1ആം ഭാവം നമ്മുടെ ശരീരവും 5ആം ഭാവം നമ്മുടെ മനസ്സും ആണെങ്കിൽ 9ആം ഭാവം എന്ന് പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും നയിക്കുന്ന നമ്മുടെ ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന, ആത്മാവിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് തിരിച്ചറിയിച്ചു തരുന്ന, പൂർവ്വപുണ്യത്തെ, സോളിൻ്റെ ഒരു ക്വാളിറ്റി, ആത്മാവിൻ്റെ ഒരു പ്രകാശത്തെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാവവും കൂടി ആണ് എന്നുള്ളത് ഓർക്കുക. 9ആം ഭാവം ശുഭദൃഷ്ടിയാൽ ബലപ്പെടുമ്പോൾ ജീവിതത്തിൽ സർവ്വവിഘ്നങ്ങളും മാറി ഐശ്വര്യങ്ങളുണ്ടാകും. 9ആം ഭാവാധിപൻ 6, 8, 12, 2 പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരും. പിന്നീട് വലിയ പാപബന്ധങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ വ്യാഴവും കൂടെ പോയാൽ പിന്നെ പറയുകയും വേണ്ട. പൂർവ്വജന്മത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ ചെയ്തിട്ട് വന്നിട്ട് അതിൻ്റെയൊക്കെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള കുറേ കട്ടിയുള്ള ഡെപ്റ്റുകൾ, പ്രകൃതിയെ നന്നായിട്ട് ചൂഷണം ചെയ്തതിൻ്റെയൊക്കെ ഒരു ഫലമാണത്. ഭാഗ്യത്തെ നന്നായിട്ട് വെറുതെ ഇരുന്ന് സുഖിച്ച് തീർത്തതിൻ്റെയൊക്കെ ഒരു ഫലവും കൂടിയാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 9ആം ഭാവത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നമസ്തേ.